ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്കൊരു കറി തയ്യാറാക്കാം. അപ്പോൾ ബീഫ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ്, എന്നാലും ആ കഷ്ണങ്ങൾ ഒന്നും കൂടി ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അതാ ഞാൻ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ബീഫ് നന്നായി കഴുകണം, അതിൻ്റെ ചോരയൊക്കെ പോവോളം നന്നായി കഴുകിയിട്ട് നമുക്കത് വൃത്തിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. ഉള്ളി ഇവിടെ അരിഞ്ഞ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയും പച്ചമുളകാണ്. അപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതും അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. സമയം വൈകിട്ടാണ് നമുക്ക് ഇറച്ചിയൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് മൺചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിന് മുകളിലായിട്ടാണ് ബീഫ് ഇടുന്നത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ. ഉലുവ കുറച്ചിട്ടാൽ മതി. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമുക്ക് നന്നായി കൈകൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്യണം കേട്ടോ. ആ മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായി പിടിപ്പിക്കണം. അത് പിടിപ്പിക്കുമ്പോൾ തന്നെ അതേ നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെയൊക്കെ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 7-8 വിസിലടിക്കട്ടെ, അപ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. നമ്മുടെ ബീഫ് ഞാൻ മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ, ചട്ടിക്ക് മാറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നിക്കുകയാണ്. അവൻ കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. താങ്ക്സ് ഫോർ